സിജു, അദ്ദേഹം കിടന്നെടുത്ത് കിടന്ന് ഉരുളുകയാണ്. നമ്മുടെ ചോദ്യം ഡയറക്റ്റ് ആയിരുന്നു. ഒന്ന് ഞാൻ ആദ്യം പറയുന്നു, ഇനി റെജിൻ പറയുന്നത് പോലെ വാദത്തിന് അംഗീകരിക്കുന്നു. ശരി, ഞാൻ അങ്ങനെ ഉണ്ട് എന്നല്ല, രജിൻ അതേ വാദം ഇങ്ങനെ കിടന്ന് വല്ലാതെ ചെളിയിൽ ഉരുളുന്നതുകൊണ്ട് ഞാൻ പറയുന്നു, PM ശ്രീ ഞങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾ നടപ്പിലാക്കി. അതിനെക്കുറിച്ചല്ലേ നിങ്ങൾ വിമർശിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ? അതല്ല നിങ്ങളുടെ നയമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ PM ശ്രീ നടപ്പിലാക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നെ അധികാരത്തിൽ വന്നിട്ട് എന്തിനാണ് ഞങ്ങളുടെ സർക്കാർ എടുത്ത നടപടി നിങ്ങൾ തുടരുന്നത്? നിങ്ങളത് അവസാനിപ്പിക്കുന്നത്? ഞാൻ രജനോട് ചോദിച്ചല്ലോ വളരെ കൃത്യമായിട്ട്, നിങ്ങൾ ആ MOU നിന്ന് ഞങ്ങൾ ശരി പിന്മാറിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഞാനല്ല, കൃത്യമായിട്ട് പിന്മാറിയതാണ്. ആ പിന്മാറിയ കാര്യം കേന്ദ്ര മനുഷ്യവിഭവശേഷി മന്ത്രാലയം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായിട്ട് കൊടുത്തതാണ്. അതൊക്കെ രജിൻ കണ്ടതാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് മാധ്യമങ്ങളിൽ, നിങ്ങൾ കണ്ടതാണ്. സുപ്രീം കോടതിയിൽ കൊടുത്ത ഈ ഫെബ്രുവരി മാസത്തിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറയുകയാണ് കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കുന്നില്ല. ആ നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ SSK വിഹിതം കൊടുക്കാത്തത്. ഇത് കേന്ദ്ര സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിയിലുള്ളതാണ്. ഇനിയും രജനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ല നിങ്ങൾ ഏടെ പിന്മാറിയെന്ന് കേന്ദ്ര സർക്കാർ തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അത് സിജു ഒറ്റ മിനിറ്റ് സിജു ഒരു മിനിറ്റ് ഞാൻ തീർത്തോളാം. ഒറ്റ പോയിന്റേ ഉള്ളൂ അവിടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ MOU നിന്ന് പിന്മാറിയാൽ ഈ സർക്കാരിനെ പിരിച്ചുവിടില്ല, നിങ്ങളെ തൂക്കിക്കൊല്ലില്ല. കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ കാലത്തും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ കാലത്തും കിട്ടില്ല എന്നേ ഉള്ളൂ. കുറച്ച് കോടി ഉറുപ്പിക കിട്ടില്ല. എന്തേ നിങ്ങൾ കുറച്ച് നിലപാടെടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ എന്തേ ഞങ്ങളെന്ന് വെറുതെ പ്രസംഗത്തിലെ പ്രയോഗം മാത്രമാണത്, അത് ഭരിക്കുമ്പം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത്? ഇതല്ലേ ഇരട്ടത്താപ്പ്? അതൊന്ന്. രണ്ട്, ഇനി മദ്യത്തിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാറിന്റെ എണ്ണം പറഞ്ഞല്ലോ. പിന്നെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ ബാർ ഉണ്ടായിരുന്നില്ലേ? 748 ബാർ ഉണ്ടായിരുന്നു രജനെ. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത് തൊട്ട് 2015 വരെ കേരളത്തിൽ 748 ബാർ ഉണ്ടായിരുന്നു, ലൈസൻസ് ഉള്ള ബാർ ഉണ്ടായിരുന്നു. 306 ചില്ലറ മദ്യവിൽപ്പനശാലകൾ, ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ 306 എണ്ണം. ഇങ്ങനെ 1000-ലേറെ സ്ഥാപനങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 4-4.5 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്നു. 2015 സംഭവിച്ചത് എന്താ? VM സുധീരൻ KPCC പ്രസിഡന്റ് നിങ്ങളുടെ 2014-15 മദ്യനയം ചർച്ച ചെയ്യുന്നു. അതിനെ കുറിച്ച് VM സുധീരനും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുടലെടുത്തു. VM സുധീരൻ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. അദ്ദേഹം ഭരണത്തെക്കുറിച്ച്, ഉമ്മൻചാണ്ടിയെ കുറിച്ച്, ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ സംശയം പോലും അഴിമതിയുടെ നിഴലിൽ നിർത്തി. അങ്ങനെ വന്നപ്പോൾ തന്റെ ഇമേജ് കാക്കാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ഈ ബാറുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. പുതിയ ചട്ടം കൊണ്ടുവന്നു. നിങ്ങൾ ബാർ കൊടുക്കില്ലേ എന്നല്ല തീരുമാനിച്ചത്, ഇനി കേരളത്തിൽ ബാറേ അനുവദിക്കില്ല എന്നല്ല രജനെ തീരുമാനിച്ചത്. എന്താ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഭേദഗതി? അതുവരെ 3 സ്റ്റാർ ഹോട്ടലുകൾക്കാണ് ബാർ ലൈസൻസ് കൊടുത്തിരുന്നതെങ്കിൽ ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ 3 സ്റ്റാറിന് മുകളിലുള്ള ഫെസിലിറ്റി ഉണ്ടാകണം. ആ ഫെസിലിറ്റി വന്നാലേ കൊടുക്കുള്ളൂ. എന്ന് മാത്രമല്ല, ഈ 728 ബാറുകളുടെ ലൈസൻസ് നിങ്ങൾ റദ്ദാക്കിയപ്പോൾ അത് മുഴുവൻ പൂട്ടി താഴിട്ടോ. അവിടെ എന്ത് കൊടുത്തു നിങ്ങൾ പകരം? ബീർ ആൻഡ് വൈൻ പാർലർ കൊടുത്തു. ബീർ ആൻഡ് വൈൻ പാർലർ കൊടുത്ത് ഈ 728 ഹോട്ടലുകളും പ്രവർത്തിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പഴയ ബാർ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ പദവി 5 സ്റ്റാർ ആക്കണം, അല്ലെങ്കിൽ 4 സ്റ്റാർ ആക്കണം, 3 സ്റ്റാറിന് മുകളിലാക്കണം. 2016 നിങ്ങളുടെ ഗവൺമെന്റ് പോയി. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴേക്കും ഈ 728 ഹോട്ടലുകളും അവരുടെ സ്റ്റാർ 4 സ്റ്റാറോ 5 സ്റ്റാറോ ആക്കി. നിങ്ങൾ ഉണ്ടാക്കിയ നിയമപ്രകാരം അവർക്ക് പിന്നെ ലൈസൻസ് കൊടുക്കണം. അങ്ങനെയല്ല ലൈസൻസ് കൊടുക്കേണ്ടി വന്നത്. 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോൾ 29 5 സ്റ്റാർ ഹോട്ടൽ ബാറുകൾ, 748 ഈ പറഞ്ഞ ബീർ ആൻഡ് വൈൻ പാർലറുകൾ, 306 ബീവറേജ് കോർപ്പറേഷന്റെ ചില്ലറ വിൽപ്പനശാല, ഇത്രയും കേരളത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ മദ്യം വിറ്റിട്ട് തന്നെയാ പോയത്.